എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അലക്സ് അഞ്ജന ഫുഡി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണ എന്ന ഹിന്ദി മൂവിയിൽ നിന്ന് കീരവാണി സാർ സംഗീതം ചെയ്ത കുമാർ സാനു സാറും അൽക്കയാനിക്കും നമ്മുടെ ചിത്ര ചേച്ചിയും പാടിയ ഒരു പാട്ടുണ്ട്. അതിലൊരു 2 ലൈൻ പാടി ഇന്ന് നമ്മുടെ പരിപാടി തുടങ്ങാം. തുമിലേ ദിൽ ഖിലേ और जीने को क्या चाहिए, ना हूँ तू दास तेरे पास पास मैं रहूँगा जिंदगी भर, ना हूँ तू दास तेरे पास पास मैं रहूँगा जिंदगी भर, सारे संसार का प्यार मैंने तो जीने पाया, तू मिले दिल खिले और ജീനെ കോ ക്യാ ചാഹിയേ. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അഞ്ജു? ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് മാംഗ്ലോറിയൻ സന്നാസ് ആണ്. അത് മാംഗ്ലൂരിലുള്ള കാത്തലിക്സ് അവർ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഇഡലി ആണോ എന്ന് വെച്ചാൽ ഇഡലിയും അല്ല, അപ്പം ആണോ എന്ന് വെച്ചാൽ അപ്പവും അല്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ടേസ്റ്റുള്ള ഡിഷാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. മാംഗ്ലോറിയൻ സന്നാസ് തയ്യാറാക്കാനായിട്ട് 3 ബൗളിലായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഇതിൽ ഇഡ്ലി റൈസാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ്. 1.5 കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അളവ് കപ്പ് ഇതാണ്. നമ്മൾ അളവുന്ന് ഈ ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കപ്പ്. നിങ്ങളിപ്പോൾ വീട്ടിൽ ഏത് കപ്പാണോ യൂസ് ചെയ്യുന്നത് ആ കപ്പിൽ തന്നെ ഇതെല്ലാം ഒരേപോലെ അളക്കുക. അപ്പം ഇഡ്ലി റൈസ് 1.5 കപ്പ്. ഇത് ബ്രൗൺ റൈസ്, നമ്മൾ കുത്തരിന്നോ ചെമ്പാവരിന്നോ ഒക്കെ പറയും, അത് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഉഴുന്ന് ഇത് 1/4 കപ്പ്. അപ്പം ഇത് 3ഉം ഞാൻ രാത്രി തന്നെ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. അപ്പം ആദ്യം വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കും. ഉഴുന്ന് വെള്ളം ഒഴിച്ച് ഒരുപാട് കഴുകരുത്, അതിൻ്റെ പത പോകുന്ന പോലെ 2 പ്രാവശ്യം മാക്സിമം കഴുകിയാൽ മതി. എന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുന്നു. ഇത് കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല, അരയ്ക്കുന്നതിന് മുമ്പായിട്ട് 2-3 പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കുക. അപ്പം ഇതാണ് ചെയ്യുന്നത്. പിന്നെ ഇഡ്ലി റൈസിന് പകരം നമുക്ക് വേണമെങ്കിൽ റോ റൈസ് അല്ലെങ്കിൽ പച്ചരി യൂസ് ചെയ്യാം, ഡൊപ്പേരി യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബ്രൗൺ റൈസ് വേണ്ടാന്ന് വെക്കാം. അങ്ങനെ നമുക്ക് കുറേ വേരിയേഷൻസിൽ വരുത്താൻ പറ്റും. അപ്പം ഇത് ഞാൻ ആദ്യം കഴുകിയെടുക്കട്ടെ. അങ്ങനെ വെള്ളം ഒഴിച്ചത് ഞാൻ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ 2 അരിയും ഉഴുന്ന് 2 പ്രാവശ്യം കഴുകി വെള്ളം ഒഴിച്ച് വെച്ചേക്കുകയാണ്. ഇനി ഈ വെള്ളം മാറ്റത്തില്ല, ഉഴുന്നിൻ്റെ മാത്രം. ഇത് നാളെ രാവിലെ അരയ്ക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ കഴുകിയെടുക്കും. അപ്പം അങ്ങനെ കുതിരാനായിട്ട് ഏകദേശം 6-7 മണിക്കൂറെങ്കിലും അങ്ങനെ ഇട്ടേക്കുകയാണ്. ശരിക്കും ഉഴുന്ന് കുതിരാൻ അത്രയും വേണ്ട, പക്ഷേ രാത്രി ഇട്ടേക്കുന്നതുകൊണ്ട് എന്തായാലും 6 മണിക്കൂറോളെങ്കിലും അത് ഇങ്ങനെ തന്നെ വെള്ളത്തിൽ കിടക്കും. ഇത് അടച്ചു വെക്കുക. ഇനി ബാക്കി അരയ്ക്കുമ്പം കാണിക്കാം. ഇന്നലെ രാത്രി കുതിർത്തത് ഇഡ്ലി റൈസ് കഴുകി വെച്ചിട്ടുണ്ട്. ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ചമ്പാവരിയോ കുത്തരിയോ എന്നൊക്കെ പറയുന്ന അരി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉഴുന്നും അതുപോലെ 1/4 കപ്പ് അത് ഞാൻ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് അരയ്ക്കാം. ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഞാൻ മിക്സിയുടെ ജാറിലാണ് അരയ്ക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് അരയ്ക്കാം. ഗ്രൈൻഡറിലാണെങ്കിൽ പ്രത്യേകം അരച്ചെടുക്കാം. ഉഴുന്ന് ആദ്യം അരച്ച് പിന്നെ അരി അരച്ച് അങ്ങനെ മാറ്റിയെടുക്കാം. അപ്പം നല്ല ഇതായിട്ട് ചൂടാവാതെ തന്നെ ചെയ്യാൻ പറ്റും. മിക്സിയിലാവുമ്പം ചെറുതായിട്ട് ചൂടാവും. അപ്പം നമ്മളതിനനുസരിച്ച് പതുക്കെ അരച്ചെടുക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അരിയും ഉഴുന്നും നമ്മൾ അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഈസ്റ്റും കൂടെ ചേർക്കും. ഇഡ്ലി റൈസ് ഇട്ടു. ഇനി ബ്രൗൺ റൈസ് അരയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം ഈ അരി മാത്രം ഒന്ന് കറക്കിയെടുത്തിട്ട് നമുക്ക് ഉഴുന്ന് ചേർക്കാം. ഇഡ്ലി റൈസും ചെമ്പാവരിയും കൂടെ ഒന്ന് അരച്ചത് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ് അരച്ചത്. ഇനി ബാക്കി ഉഴുന്നും കൂടെ ഇടാൻ പോവാണ്, വെള്ളത്തോടു കൂടി തന്നെ. ആദ്യമേ കൂടുതൽ വെള്ളം ചേർത്താൽ അരി അരയത്തില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് അരി അരയ്ക്കുക. എന്നിട്ട് കുറച്ചായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇത് ഒരുമിച്ചങ്ങ് അരയ്ക്കുന്നതുകൊണ്ട് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് അരച്ച് എടുത്തേച്ച് ബാക്കി ഈസ്റ്റും പഞ്ചസാരയൊക്കെ ചേർക്കണം. 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഉഴുന്ന് അരിയും കൂടെ ഇങ്ങനെ ഈ പരുവത്തിൽ അരച്ചെടുത്തു. ഇനി ഈസ്റ്റ് ചേർക്കണം. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് അരയ്ക്കുകയാണ്. ചിലർ പഞ്ചസാരയും ഈസ്റ്റും കൂടെ ഒരുമിച്ചങ്ങ് ചെറിയ വെള്ളത്തിൽ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് വെച്ചേച്ച് വേണം ഒഴിക്കാറുള്ളത്. ഇതിപ്പോൾ ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഇതാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ. പിന്നെ കുറച്ച് പഞ്ചസാര, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം.
ഞാൻ ഇപ്പം 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. കൂടുതൽ ഇഷ്ടമുള്ളവർ 1-2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. ഇതൊന്ന് അരച്ചെടുത്തേച്ച് കുറച്ചുകൂടെ വെള്ളം ചേർത്തൊന്ന് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ചെയ്യാം. അങ്ങനെ ഈസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ച് ഒന്ന് ലൂസാക്കി എടുക്കും. അങ്ങനെ ഉപ്പും ഈസ്റ്റും പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബബിൾസൊക്കെ വന്നു തുടങ്ങി. ഇനി ഇത് നമുക്ക് അപ്പത്തിനൊക്കെ അരച്ച് വെക്കുന്ന പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പൊങ്ങാനായിട്ട്. ഞാൻ കുറച്ച് വലിയ പാത്രം വേണം എടുക്കാൻ. നമ്മൾ ഇതുപോലത്തെ ഒരു വലിയ പാത്രം, നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത്, ഇങ്ങനത്തെ സ്റ്റീൽ പാത്രമായിരിക്കും നല്ലത്. എന്നിട്ടത് മാവ് ഒഴിച്ച് വെക്കുക. കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. അതായത് ഒരു അപ്പത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയില്ലേ, ദോശമാവിനേക്കാൾ ഇച്ചിരി കൂടെ അയഞ്ഞാണ് ഇരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ലൂസായിട്ട്, അപ്പം പൊങ്ങി വരുമ്പം കറക്റ്റായിരിക്കും, നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പരുവത്തിന് ഇരിക്കും. ഇത് മതിയാവും. എല്ലാം കൂടെ 2-2.5 കപ്പോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. ഇതിനി ഒരു 6 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചേക്കണം പൊങ്ങാനായിട്ട്. അപ്പം 6 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇതൊന്ന് അടച്ച് വെക്കാം. ഓക്കെ, ഇഡലി കുട്ടുകത്തിലാണ് നമ്മൾ ഇന്ന് സന്നാസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അരച്ച് വെച്ച മാവ് 7 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് ഒന്ന് പതുക്കെ ഇളക്കി നോക്കാം. കണ്ടോ, പൊങ്ങിയിരിക്കുന്നുണ്ടോ? അങ്ങനെ ഇളക്കി അങ്ങ് ഒരുപാട് ഇളക്കി എൻ്റെ പദം മൊത്തം കളയരുത്. ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിക്കോളുക. ഇങ്ങനെ ഒന്ന് ഇളക്കി വെച്ചു. ഇനി ഒരുപാട് അങ്ങ് ഇളക്കി എൻ്റെ പദം മൊത്തം കളയണ്ട. ഈ കട്ടോരീസിലാണ് ഞാൻ ഇതൊഴിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇഡലി തട്ടിൽ വേണമെങ്കിലും ചെയ്യാം, ഇതുണ്ടെങ്കിൽ അങ്ങനെ. ഇതിലാണ് ശരിക്കും പറഞ്ഞ് ചെയ്യുന്ന ട്രഡീഷണൽ രീതിയിൽ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് അല്പം നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ എണ്ണ ഇഷ്ടമുള്ള ഏതെങ്കിലും നമുക്ക് ഇതുപോലെ ഇരട്ടി കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടാക്കുന്ന കട്ടോരി ഇത് ചെറുതാണ്, ഇതിനേക്കാളും വലുത് വാങ്ങിക്കാൻ കിട്ടും, കുറച്ചുകൂടെ പരന്നിട്ടുള്ളത്. അപ്പം അതാണെങ്കിൽ കുറച്ചുകൂടെ ഷേപ്പ് കറക്റ്റായിരിക്കും. ഇങ്ങനെ എല്ലാത്തിലും ഒന്ന് നെയ്യ് തടവി വെക്കുക. അങ്ങനെ ഈ കട്ടോരീസിലെല്ലാം നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി 1 അല്ലെങ്കിൽ 2 തവി. ഇതിപ്പം ഇത് ചെറുതായതുകൊണ്ട് 1.5 തവി മതിയാവും. എന്നുവെച്ചാൽ ഇതിനി പൊങ്ങി വരുമല്ലോ. ഇത്രയുമായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അരയിൽ നിന്നും കുറച്ചുകൂടെ മുകളിലോട്ട് നിൽപ്പുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കട്ടോരീസിലെല്ലാം ഞാൻ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും അരയേക്കാളും തൊട്ട് മുകളിലായിട്ട് നിൽക്കണം. എന്നിട്ട് തിളച്ച് കിടക്കുന്ന വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. 10 മിനിറ്റ് മതിയാവും. 8 തൊട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്കത് കുക്കായിട്ട് കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇഡലി തട്ടിൽ വേവിക്കാം. അപ്പോൾ ഇതാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 10 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, അത് കറക്റ്റായിട്ട് വെന്തിരിക്കുകയാണ്. ഇപ്പോൾ എടുത്താൽ കൈ പൊള്ളും. അതുകൊണ്ട് പതുക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ പതുക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇതൊന്ന് പെട്ടെന്ന് ഇളകി വരാനായിട്ട് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം അതിലോട്ടങ്ങ് വെക്കുകയാണ്. അപ്പം അടി ഇളകി വരും പെട്ടെന്ന്. നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതൊന്ന് ആറട്ടെ. ബാക്കിയുള്ള മാവ് ഞാൻ ഇഡലി തട്ടിൽ ഒഴിച്ച് വെക്കുകയാണ്.
ഞാൻ ഇഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലും നേരത്തെ ചെയ്ത പോലെ തന്നെ നെയ്യ് അല്പം ഒന്ന് തടവി മാവൊന്ന് കോരി ഒഴിക്കാൻ പോവാം. ഇഡലിക്ക് ഒഴിക്കുന്ന പോലെ തന്നെ അങ്ങനെ ഒഴിച്ചു. പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ഇത് വേവിക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാതിരിക്കുന്നതാണ് നല്ലത്. 3 തട്ടിലും അങ്ങനെ മാവ് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി കിടക്കുകയാണ്. തീ കൂട്ടി വെച്ച് കൊടുക്കുക. ഇതിൽ ഓരോ തട്ട് വയ്ക്കുമ്പോഴും അറിയാമല്ലോ, താഴെ കാണുന്ന ആ അപ്പത്തിൻ്റെ ഇപ്പുറത്തായിട്ട് ആ ഒരു കിഴുത്തയുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ടാണ് വേണം അടുത്ത തട്ട് വരത്തക്കണം വേണം വെക്കാൻ. വീണ്ടും 10 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിക്കാം. വെള്ളത്തിലിറക്കി വെച്ചുകൊണ്ട് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. ഇനിയും ചൂടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇളക്കുന്ന വെച്ചാൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അത് വിട്ട് വരും. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ച ഒരു സ്പൂൺ പോലെയുള്ള ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക. എന്നിട്ട് കമത്തുമ്പം അതിങ്ങനെ ഇളകിപ്പോരും. ഇങ്ങനെ ഇളക്കുക. കണ്ടോ, നമ്മുടെ സന്നാസ് അങ്ങനെ പാത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ ഇത്. ഇനി പ്ലേറ്റിലേക്ക് വെക്കാം ഓരോന്നായിട്ട്. ഇങ്ങനെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ടെക്സ്ചർ കാണണ്ടേ, നല്ല സോഫ്റ്റാണ്. യാഗം നമ്മൾ വട്ടയപ്പമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇത് കുറച്ചുകൂടെ പൊക്കം ഉള്ളതുകൊണ്ട് തിക്കായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ പരന്ന പ്ലേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ പരന്നിരിക്കും. ഇനി ഇത് തന്നെ ഒത്തിരി രീതിയിൽ നമുക്ക് മാറ്റി ചെയ്യാം. ഇതൊക്കെ മധുരം ചേർത്ത് നമുക്ക് കുറച്ചുകൂടെ സ്വീറ്റായിട്ട് കഴിക്കാം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇനി രണ്ടാമത് വെച്ചതും ആയോ നോക്കാം. തീ ഓഫ് ചെയ്യാണ്. ഓരോന്നായിട്ട് നമ്മൾ മാറാനായിട്ട് ചൂടാണ്. നമ്മൾ ഇഡ്ഡലിയൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഇത് കൊണ്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുക. ഇങ്ങനെ ഇഡ്ഡലിയുടെ ഷേപ്പിലുള്ള സന്നാസം റെഡിയായി. ഇതിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന പറ്റിയ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് ചിക്കൻ കറിയോ മട്ടൺ കറിയോ പോർക്ക് കറിയോ ബീഫോ ഒക്കെ നന്നായിട്ട് പോകും. ഇതൊന്നും ഇല്ലെങ്കിൽ ചമ്മന്തി ആണെങ്കിലും വളരെ ടേസ്റ്റാണ്. ചുമന്ന തേങ്ങ അരച്ച ചമ്മന്തി ഉണ്ടല്ലോ, അതോ വെള്ള ചമ്മന്തിയോ ഒക്കെ നന്നായിട്ട് ചേരും. പിന്നെ ഇങ്ങനെ അല്ലാതെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന വേറെ രീതികളെന്ന് പറയുന്നത് 1/2 കപ്പ് തേങ്ങ ചേർത്ത് അരച്ചെടുക്കാം, തേങ്ങാപ്പാലിൽ അരച്ചെടുക്കാം, കപ്പി കാച്ചാം, പിന്നെ ചോറ് മിച്ചമുണ്ടെങ്കിൽ അത് 1-2 തവി ചേർത്ത് അരച്ചെടുക്കാം. ഇങ്ങനെ ഇതിനെ പല രീതിയിൽ നമുക്ക് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഈ സന്നാസ് നമ്മളിന്ന് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ പോകുന്നത്. നമുക്കിതുപോലെ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ ആവി കയറ്റി നമുക്ക് ചൂടോടെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മാവ് വെച്ചിരുന്നാലും അടുത്ത ദിവസം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ചിലപ്പോൾ താന്നു പോകും മാവ്, അതിനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ബ്രൗൺ റൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഡൊപ്പി അരിയും ഉഴുന്നും ചെയ്യാം, പച്ചരിയും ഉഴുന്നും ചെയ്യാം. പച്ചരി ചില ഉഴുന്ന് ചേർക്കാതെയും ചെയ്യാറുണ്ട്. അപ്പം അപ്പത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലും വരിക. ഒരുപാട് വിധത്തിൽ മാറ്റി ചെയ്യാം. ഇപ്പോൾ ഉടുപ്പി, ഗോവ, മാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതെല്ലാം ഈ ഡിഷ് വളരെ ഫേമസ് ആണ്. കഴിക്കണ്ടേ? അങ്ങനെ കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കാം. ഈ സന്ന കണ്ടിട്ടേ നമ്മുടെ ഈ തിരുവനന്തപുരത്തെ കോളത്തെ ചില സൈപ്പുമാരെയൊക്കെ വിളിക്കും. പച്ചരി മാത്രമാണെങ്കിൽ കുറെ കൂടെ വെളുത്തിരിക്കും. ആ ചെമ്പാവരി ചേർത്തോണ്ട് ചെറിയൊരു പ്യുവർ വൈറ്റ് അല്ലാത്തൊരു കളറുണ്ട്. ഇത് ഇഡ്ഡലിയുടെ ടേസ്റ്റ് ഒന്നും അല്ല, എന്തോ ഒരു ഗോവൻ മാംഗ്ലൂരിയൻ. അപ്പോൾ അല്ല ഇഡ്ഡലി അല്ല അല്ലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റ്.
അപ്പം ഈ ഊട്ടിയിലൊക്കെ പോയി അവിടെയൊക്കെ ഇത് ഇങ്ങനെ ഞാൻ പണ്ട് കൊച്ചിലെയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്, ഇങ്ങനെ അലിഞ്ഞു പോവും വായിലിടുമ്പോൾ. അങ്ങനെ തേങ്ങാപ്പാൽ ചെറിയ തേങ്ങയുടെ ഒക്കെ ടേസ്റ്റ് വരാറുണ്ട്. ഇപ്പോൾ ഞാൻ അതൊന്നും ചേർക്കാൻ എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ.